നമസ്തേ. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി ഇന്ന് എത്തിച്ചേർന്നത് കീഴ്ത്തളി ശിവക്ഷേത്രത്തിലാണ്. ഈ ശിവക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കണ്ണൂർ NH തളിപ്പറമ്പ് NH റോഡിൽ മാങ്ങാട് നിന്ന് 2 കിലോമീറ്റർ കിഴക്കോട്ട് മാറിയാണ്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട്ട് മുഖമുള്ള ഈ ശിവക്ഷേത്രത്തിലെ ഐതിഹ്യത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിക്കാം. പടിഞ്ഞാറോട്ട് മുഖമുള്ള ശിവക്ഷേത്രമാണ് കീഴ്ത്തളി ശിവക്ഷേത്രം. ഈ ശിവക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മുഖമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് വലിയ ഒരു കുളമുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് താഴോട്ടേക്ക് പ്രേക്ഷകർക്ക് കാണാം. ഈ കാണുന്ന വഴി പോകുന്നത് തന്നെ കുളത്തിലേക്കാണ്. അപ്പോൾ അതിനൊരു പ്രാധാന്യം, ശിവൻ്റെ മുൻപിൽ കുളമുണ്ടെങ്കിൽ ആ കുളമെന്ന് പറയുന്നത് ശിവൻ്റെ കോപത്തെ കൂടി തണുപ്പിക്കുമാറാണ് ആ കുളം പൂർവീകമായി വാസ്തുശാസ്ത്രപ്രകാരം നിർമ്മിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ നവീകരണവും നിർമ്മാണമൊക്കെ നടക്കുന്നത് പോലെ തന്നെ ആ കുളവും നവീകരിക്കുമ്പോൾ അത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ദേശത്തിൻ്റെ തന്നെ ചിലപ്പോൾ ഉന്നതിക്കതൊരു കാരണമായേക്കാം. നമുക്കങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ പടിപ്പുര കാണാം. പഴയ കാലഘട്ടത്തിലെ ഗോപുരമാണ്. ടിപ്പുവിൻ്റെ പടയോട്ട കാലഘട്ടത്തിൽ ധാരാളം ക്ഷേത്രങ്ങൾ നാശോന്മുഖമായിട്ടുണ്ട്. പഴയ ആ കരിങ്കല്ല് പ്രേക്ഷകർക്ക് കാണാം. കീഴ്ത്തളി ശിവക്ഷേത്രത്തിന് പഴക്കം 1500 വർഷത്തിനപ്പുറത്തുള്ള പഴക്കമുണ്ട്. ആ ടിപ്പുവിൻ്റെ പടയോട്ട കാലഘട്ടത്തിൽ ധാരാളം ക്ഷേത്രങ്ങൾ നാശോന്മുഖമായപ്പോൾ ഇവിടുത്തെ ഈ ഗോപുരത്തിന് മാത്രമേ കോട്ടം തട്ടിയുള്ളൂ. ഒരു കാരണം പറയുന്നത് ശിവൻ്റെ ശക്തി അത്രയേറെയുണ്ടെന്നും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചില്ലെന്നുമാണ് ഇവിടുത്തെ പഴമക്കാർ നമുക്ക് പറഞ്ഞു തരുന്നത്. പടിഞ്ഞാറോട്ട് മുഖമുള്ള ശിവക്ഷേത്രമാണെന്ന് പറഞ്ഞു. ശിവക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിനും ക്ഷേത്രത്തിൻ്റെ മധ്യത്തിലുമായി നമുക്ക് കാണാം പ്രേക്ഷകർക്ക് വലിയ ബലിക്കല്ലാണ്. ദേവൻ്റെ ശ്രീഭൂതബലി അതുപോലെ ശിവേലി പോലുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഹവിസ്സ് തൂകുന്നതാണ്. വടക്കേ മലബാറിൽ ഇത്ര ഉയരത്തിലുള്ള ഒരു ബലിക്കല്ലുണ്ടോ എന്ന് സംശയമാണത്രേ. പല ഇവിടുത്തെ അനുഭവസ്ഥരും പറയുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ല് വളരെ വലിയ ബലിക്കല്ലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും അതിൻ്റെ വലിപ്പം. ഇത്രയും മുകളിൽ നിന്നുകൊണ്ട് വേണം ദേവനെ ഉത്സവബലി ശ്രീഭൂതബലി കാലഘട്ടത്തിൽ വലിയ ബലിക്കല്ലിൽ ഹവിസ്സ് തൂകാൻ. അത്രയേറെ പ്രാധാന്യവും അത്രയേറെ മഹത്വവും ഇതിൻ്റെ നിർമ്മാണത്തിലുണ്ടെന്നും ഇത്ര തന്നെ പ്രാധാന്യം ശ്രീകോവിലിനുമുണ്ടെന്നാണ്. വലിയ ശ്രീകോവിലാണ്. നമുക്ക് പ്രേക്ഷകർക്ക് പ്രദക്ഷിണ വഴി പോകെ അത് മനസ്സിലാകും. അപ്പം അത്രയേറെ പ്രാധാന്യമുണ്ടെന്നും ഈ വലിയ ബലിക്കല്ലാണെങ്കിലും ഇതിനെ ആരും സ്പർശിക്കരുത് എന്നുള്ളതാണ് ദേവൻ്റെ അംഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പലരും തൊട്ട് കഴിഞ്ഞാൽ ചൈതന്യക്ഷയമാണ്. അതുകൊണ്ടാണ് പലരും തൊട്ട് കഴിഞ്ഞാൽ കരചരണകൃതം വാ കായജം കർമ്മജംബ എന്ന് പറഞ്ഞ് മന്ത്രം ചൊല്ലിക്കൊണ്ട് വീണ്ടും ക്ഷമാപണം പറയുന്നത്. നമുക്കതുപോലെ ക്ഷേത്രത്തിൻ്റെ പല പ്രാധാന്യങ്ങളും നമുക്ക് തൊഴുത് മനസ്സിലാക്കാം.
പള്ളിയിൽ മഹാദേവ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി വരുന്ന സമയത്ത് പ്രേക്ഷകർക്ക് കാണാം, പുറത്ത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാന കാരണം ഈ 30-ാം തീയതി മുതലിട ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ്. ആ സപ്താഹ യജ്ഞത്തിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്കിനി ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുത് പ്രാർത്ഥിച്ചു വരാം. പഴയ കാലത്തെ രാജ്യഭരണ കാലഘട്ടത്തിലുള്ള ക്ഷേത്രങ്ങൾ പലതും തളി ക്ഷേത്രമെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉദാഹരണം നീലേശ്വരം തളി, പാലക്കാട് തളി, കോഴിക്കോട് തളി. ഇങ്ങനെ തളി ക്ഷേത്രം വരുന്നത് മുഴുവൻ രാജഭരണ കാലഘട്ടത്തെ പാരമ്പര്യത്തെയും പ്രൗഢിയെയും സൂചിപ്പിക്കുന്നതാണ്. ഈ ശിവക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ അവിടുത്തെ മഠം ആണ് ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി, അഥവാ പഴയ കാലഘട്ടത്തിൽ ചിന്തിക്കുന്ന ഊരാളന്മാരെന്ന് പറയുന്നത് പാലക്കാട് മഠം സ്വാമിയാരാണ്. അത്തരം ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലുണ്ട്. നമസ്കാര മണ്ഡപം നമുക്ക് കാണാം, വലിയ നമസ്കാര മണ്ഡപം. നേരത്തെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് കണ്ട വലിയ ബലിക്കല്ല് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ നമസ്കാര മണ്ഡപം. ദേവൻ്റെ ആവശ്യത്തിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് സഹസ്ര കലശം പോലുള്ള അഭിഷേകങ്ങൾ. അത്തരം കാലഘട്ടത്തിൽ ഈ മണ്ഡപത്തിൽ നിറയെ ഈ സഹസ്ര കലശം 1000 കലശം വെക്കാനുള്ള സൗകര്യമുള്ളതാണ് ഇവിടുത്തെ നമസ്കാര മണ്ഡപം. അതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ദേവൻ്റെയും ഒക്കെ ഒരു പ്രൗഢിയെയാണ്, പഴയ കാലത്തെ പ്രൗഢിയെ സൂചിപ്പിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശിവാലയങ്ങളിൽ ഒന്നാണ് കിഴുത്തള്ളി മഹാശിവക്ഷേത്രം. വടക്കേ മലബാറിലെ വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണിത്. ഇത് ഇപ്പോൾ നടുവിൽ മഠം ദേവസ്വം തൃശ്ശൂരുള്ള അവരെ നടത്തിപ്പിലാണ്. അതിനുശേഷം HREC ബോർഡും ഇപ്പം മലബാർ ദേവസ്വം ബോർഡിൻ്റെയും നടത്തിപ്പിലാണുള്ളത്. കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് ഈ ക്ഷേത്രം കമ്മിറ്റിക്കാരാണ് ഇന്ന് കാണുന്ന പുരോഗമന സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന് ഒരുപാട് സ്വത്തുവകകൾ ഉണ്ടായിരുന്നെങ്കിലും ഭൂപരിഷ്കരണ നിയമത്തോടു കൂടിയിട്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പം ജനങ്ങളെടുക്കുന്നുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇതിപ്പം നടന്നു പോകുന്നത്. ഈ കാണുന്ന പുരോഗമനമായ പരിപാടി ഇത് മുഴുവൻ ചെയ്തത് ഈ അടുത്ത കാലത്താണ്. അന്ന് മുന്നേ ഈ നടപ്പന്തലോ അല്ലെങ്കിൽ സ്റ്റേജ്, അഗ്രശാല, വിഷ്ണു ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. ടിപ്പുവിൻ്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഈ വിഷ്ണു ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവും പറയുന്നത്. ഈ കഴിഞ്ഞ 2005 നടന്ന നവീകരണ കലശത്തിലാണ് പുതിയ വിഗ്രഹം ഉണ്ടാക്കി ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ പൂർത്തിയാക്കിയത്. നമ്മുടെ ശിവക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. നന്ദികേശനുണ്ട്, ഗണപതിയുണ്ട്, ശാസ്താവുണ്ട്. നാലമ്പലത്തിനകത്ത് തന്നെയാണ് ഈ പ്രതിഷ്ഠകളൊക്കെ ഉള്ളത്. ഈ വളരെ വിസ്താരമേറിയ നമസ്കാര മണ്ഡപമാണ് ഇവിടെയുള്ളത്. ഇവിടെ കലശത്തിന് പ്രത്യേകിച്ച് ഒരു കലശമണ്ഡപം ഉണ്ടാക്കാറില്ല. നമസ്കാര മണ്ഡപത്തിൽ തന്നെ 1000 കലശങ്ങൾ പൂജിക്കാനുള്ള സൗകര്യമുണ്ട്. അതുതന്നെ ഏറ്റവും വളരെ വിശാലമായ നമസ്കാര മണ്ഡപം, അതിനൊത്തിട്ടുള്ള ശ്രീകോവിലുമാണുള്ളത്. തളിയിൽ കീഴ്ത്തള്ളിയപ്പൻ്റെ അനുഗ്രഹത്താലും പടിപടിയായി വളരെ മെല്ലെയാണെങ്കിലും മുന്നോട്ട് വന്ന് ഇപ്പോഴും പിന്നെ
അന്നത്തെ ആൾക്കാർക്ക് വളരെ പ്രായമുള്ളവർക്കൊക്കെ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ കണ്ണ് നിറയുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട്. കാരണം അവർ കണ്ടതാണ് അന്നത്തെ അവസ്ഥയും ഇപ്പോഴുള്ള ഒരു വളരെ ഇമ്പ്രൂവ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ചെമ്പടി വരെ ഇനിയിപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് ഇനിയും പലതും ചെയ്യാമെന്ന് തോന്നുമെങ്കിലും അന്നത്തെ ആ ഒരു അവസ്ഥയിൽ നിന്നും ഇതുവരെ എത്തിക്കണ്ടവർക്ക് മാത്രമേ ആ ഒരു അതിൻ്റെ സ്പീഡും പിന്നെ ആൾക്കാരുടെ താല്പര്യങ്ങളും ദൈവാനുഗ്രഹവും എല്ലാം കൊണ്ട് ഇത്രയും വരെ എത്തിയത്. ഏകദേശം മുഴുവൻ കാര്യങ്ങളും ഈ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ശ്രീകോവിലിൻ്റെ ഈ ഇപ്പോഴത്തെ നവീകരണത്തിന് മുന്നേ ഉള്ള സ്ഥിതി, മേൽപ്പറയുടെ മരം അത് ഏകദേശം ഈ നശിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. മഴ കൊണ്ട് മുകളിൽ ഓടായിരുന്നതുകൊണ്ട് അതിലൂടെ വെള്ളം താണ് ആ മരങ്ങളൊക്കെ വളരെ ജീർണിച്ച അവസ്ഥയിൽ അത് വീഴും എന്നുള്ളൊരു സ്ഥിതിയിൽ നിന്നാണ് ഇപ്പോഴത്തെ നവീകരണം തുടങ്ങിയത്. അപ്പം അതിൻ്റെ മരം മുഴുവൻ മാറ്റി, ശ്രീകോവിലിൻ്റെ മരം മുഴുവൻ മാറ്റി മേൽപ്പറയുടെ അതിന് ചെമ്പടിച്ച് ആണ് ഇപ്പോഴും മുന്നിൽ കാണുന്നത്. ചെമ്പടിച്ച് അതിന് സ്വർണ്ണ പൂശിയ താഴികക്കുടം വെച്ചു. ഇനി ചെയ്യാനുള്ളൂ. പിന്നെ അകത്ത് കുറേ ജീർണിച്ച അവസ്ഥയിലായിരുന്നു ശ്രീകോവിലിൻ്റെ ചുമരുകൾ. ഇടനാഴിയുടെയും ശ്രീകോവിലിൻ്റെയും ചുമരുകളും ഗർഭഗൃഹത്തിനുള്ളിലുള്ള ചുമരുകളും ഗർഭഗൃഹത്തിന് മുകളിലൊരു കമാനമാണ്, ഒരു ഡോമാണ് മുകളിൽ. അത് ഈ കല്ല് വെച്ച് ഉണ്ടാക്കിയ ഡോം പഴയ കാലത്ത് ഉണ്ടാക്കിയതാണ്. അതിൻ്റെയൊക്കെ മുകളിൽ ഇപ്പം വേണ്ട വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇനിയും ജീർണിക്കാതിരിക്കാൻ വേണ്ടി അതിന് പ്ലാസ്റ്റർ ചെയ്യുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പഴയ രീതിയിൽ തന്നെ കഴിയുന്നത്ര അതിൻ്റെ ഒറിജിനാലിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് ചെയ്തിട്ടുണ്ട്. കീഴ്ത്തള്ളി ശിവക്ഷേത്രം പ്രത്യേകമായിട്ട് പടിഞ്ഞാറോട്ട് മുഖമുള്ള ഒരു ക്ഷേത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ഇവിടെ മാതൃസമിതി ഒരു 10-30 അംഗങ്ങൾ മാതൃസമിതിയിലുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുഴുവനും മാതൃസമിതി അംഗങ്ങൾ ഒത്തൊരുമയോടുകൂടി ചെയ്യുന്നതാണ്. പുല്ല് വെട്ടൽ, ഇവിടുത്തെ വിളക്ക് കഴുകൽ, എല്ലാ പ്രവർത്തനങ്ങൾക്കും മാതൃസമിതിൻ്റെ ഒരു നല്ലൊരു പ്രവർത്തനം തന്നെയാണ്. ഒരു തവണ നമ്മൾ ലക്ഷദീപം നടത്തി ചുറ്റ് പ്രദക്ഷിണ വലയം മാതൃസമിതിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. കല്ല് പാകി വൃത്തിയാക്കാൻ കഴിഞ്ഞു. പിന്നെ എല്ലാ മാസവും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ അന്നദാനം നടക്കാറുണ്ട്. അതിപ്പോൾ പ്രതിഷ്ഠാ ദിവസമായ 3-ാം തീയതി, എല്ലാ ഇംഗ്ലീഷ് മാസവും 3-ാം തീയതി ഈ മാർച്ച് മുതൽ മാറ്റിയിട്ടുണ്ട്. തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റിയത്. ഇനിയിപ്പോൾ മാർച്ച് 30-ന് സപ്താഹം നടക്കാൻ പോവുകയാണ്. അതിലും എല്ലാ മാതൃസമിതിയുടെ അതിന് മുന്നോടിയായിട്ടുള്ള പണികളെല്ലാം മാതൃസമിതി തന്നെയാണ് മുന്നിട്ടെല്ലാം ചെയ്യുന്നത്. കീഴ്ത്തളി ശിവക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു. പാലക്കാട് ജില്ലയിലുള്ള തിരുവാലത്തൂരിനടുത്തുള്ള നടുവിൽ മഠം ആണിതിൻ്റെ ഉരാള പാരമ്പര്യം പഴയ കാലഘട്ടത്തിൽ നിന്നും. ഇത് കീഴ്ത്തളി ശിവക്ഷേത്രവും ഇതിന് പടിഞ്ഞാറ് ഭാഗത്ത് മേൽത്തളി ശിവക്ഷേത്രവുമുണ്ട്. ഇങ്ങനെ 2 ശിവക്ഷേത്രത്തിൻ്റെയും സമീപമാണ്. 2 ശിവക്ഷേത്രവും ഈ ക്ഷേത്രത്തിന് സമീപത്തും, കൂടാതെ ഒരു ദേവീ സന്നിധി കൂടിയുണ്ട് ഇതിന് പരിസരത്ത്. അങ്ങനെ പൂർണ്ണമായും നോക്കിയാൽ ശിവശക്തി ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഒരു സങ്കേതം കൂടിയാണ് കീഴ്ത്തളി മഹാദേവ ക്ഷേത്രം. മണ്ഡപത്തിൽ നന്ദികേശനെ കാണാം. ഈ നന്ദികേശനൊരു പ്രത്യേകത, ഒറ്റക്കല്ലിൽ തീർത്ത ഒരു നന്ദികേശ വിഗ്രഹമാണിത്. മറ്റൊരു പ്രത്യേകത പറയുന്നത്, ഇവിടുത്തെ അനുഭവസ്ഥർ പറയുന്നു, ഈ നന്ദിയുടെ മുൻപിൽ ഒരു നാളികേരം വെച്ച് പ്രാർത്ഥിച്ചാൽ 3 മാസത്തിനകം കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. പണ്ടുകാലത്ത് നമുക്കറിയാം, ക്ഷേത്രത്തിൽ വന്നാൽ നന്ദിയുടെ ചെവിയിലാണ് പറയുക. അങ്ങനെ നന്ദിയുടെ ചെവിയിൽ പറഞ്ഞാൽ ദേവൻ വേഗം കേൾക്കുന്നതാണ് പറയുന്നത്. ഇവിടെ കീഴ്ത്തളി ശിവക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു നാളികേരം വെച്ച് നന്ദിയുടെ മുൻപിൽ ഒന്ന് പറഞ്ഞാൽ 3 മാസത്തിനകം ഫലസിദ്ധി ഉണ്ടാവും. അങ്ങനെ
വിവാഹം കഴിഞ്ഞവരും അതുപോലെ സന്താന സിദ്ധി ഉണ്ടായവരും ഏറെയാണെന്ന് ഇവിടുത്തെ അനുഭവസ്ഥർ നമുക്ക് പറഞ്ഞു തരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ നടുവിൽ മഠം, ഇന്ന് ദേവസ്വം ബോർഡായെങ്കിലും 50 വർഷത്തിനപ്പുറത്ത് ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള അനവധി ഭക്തന്മാരുടെ നേതൃത്വത്തിൽ 1979 ഒരു താൽക്കാലികമായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി പിന്നീട് വിപുലമായൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് കാണുന്ന ഭൗതികമായ കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, പ്രദക്ഷിണ വഴിയിലൂടെ വരുന്ന സമയത്ത് പ്രേക്ഷകർക്ക് കാണാം, ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ മുഴുവൻ പല തരത്തിലുള്ള കൊത്തുപണികളാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പഴക്കം ഏകദേശം 1500 വർഷത്തിനും മുകളിൽ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് പല ആളുകൾ നമുക്ക് പറഞ്ഞു തന്നത്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഒരു പ്രത്യേകത ഭക്തർക്ക് കാണാൻ സാധിക്കും പ്രദക്ഷിണ വഴിയിലൂടെ. അതിലെല്ലാം ഉണ്ട്, പ്രകൃതിയിലുള്ള എല്ലാ ഘടകങ്ങളും അതിലുണ്ട്. അത് പക്ഷിയാവട്ടെ, മൃഗങ്ങളാകട്ടെ, മനുഷ്യനാകട്ടെ, ഒരു ശില്പിയുടെ മനസ്സിൽ ഉദിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ ആലേഖനം ചെയ്തതായി കാണാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാണാറ്. പിന്നെ ഒന്ന് കാണുന്നത് വടക്കേ മലബാറിലെ തൊടീക്കളം ശിവക്ഷേത്രം. പ്രദക്ഷിണ വഴി കണ്ണൂർ വിഷൻ ചാനൽ വരുമ്പം തോന്നുന്നു ഇത്രയേറെ ഭംഗിയായ ഒരു കൊത്ത് നിർമ്മാണം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയം തന്നെയാണ്. അത്രയധികം ശില്പ ചാതുര്യം കീഴ്ത്തളി ശിവക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കാരണം ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ട് തന്നെയാണ്. ഇത് സംരക്ഷിക്കാനുള്ള ഒരു പ്രയത്നം കൂടിയാണ് ഇന്നത്തെ ക്ഷേത്ര കമ്മിറ്റി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഒരു പഴമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ശിവരാത്രി, നവരാത്രി, മണ്ഡലമാസം ഇതൊക്കെ ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കീഴ്ത്തളി ശിവക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് പാർശ്വഭാഗത്ത് പാർവതി സങ്കല്പമാണ്. അവിടെ പ്രത്യേകിച്ച് വിളക്ക് വെച്ച് തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. പൊതുവേ പറയും ശിവൻ ഉള്ളിടത്തൊക്കെ പാർവതി സങ്കല്പമുണ്ടെന്നാണ്. നമുക്കും പാർവതീ ദേവിയെ, കാരണം ശിവനെ പ്രീതിപ്പെടുത്താൻ ശിവശക്തിയായി യുക്തമെന്നാണ്. ശക്തിയെ, പാർവതിയെ പ്രീതിപ്പെടുത്തിയാലാണ് ശിവനെ വേഗം പ്രീതിപ്പെടുത്താൻ സാധിക്കുക. പ്രദക്ഷിണ വഴിയിലൂടെ നമുക്ക് പാർവതീ ദേവിയെയും പടിഞ്ഞാറ് പാർശ്വഭാഗത്തേക്ക് നോക്കി പടിഞ്ഞാറ് പാർശ്വഭാഗത്തു നിന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ കീഴ്ത്തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ ഇവിടെ ക്ഷേത്രങ്ങൾക്ക് പഴക്കം ഇതിന് ധാരാളം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് പോകുന്ന, കാര്യം സാധിച്ചു പോകുന്ന ഭക്തരും ഏറെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനത്തിന് ഏതാനും ഭക്തന്മാരുടെ ചില സമർപ്പണം കൂടിയാണ് ഇതിൻ്റെ ഈ ഒരു മുന്നോട്ടേക്കുള്ള നവീകരണ പ്രവർത്തനം നടക്കുന്നത്. ക്ഷേത്രത്തിൽ ധാരാളം ആധ്യാത്മികമായ കാര്യങ്ങളും അതുപോലെ ഭൗതികമായ കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ സപ്തമാതൃക്കളെയും മറ്റ് നിർമ്മാണ കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ തൊഴുത് പ്രദക്ഷിണ വഴിയിലൂടെ പോകുന്ന സമയത്ത് കന്നിമൂലയിലെത്തുമ്പം കന്നിമൂലയിൽ ഗണപതിയെയും അയ്യപ്പനീശ്വരനെയും പ്രതിഷ്ഠിച്ച് ആചരിച്ചു വരുന്ന സങ്കേതവും നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ തൊഴുത് പ്രാർത്ഥിക്കാം.
കീഴ്ത്തളി ശിവക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ നവീകരണ പദ്ധതിയിലാണ്, പ്രവർത്തന സമയത്താണ് ഇപ്പോഴിവിടെ ഉള്ളത്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പൂർണ്ണമായും ചെമ്പടിച്ചത് ഭക്തർക്ക് കാണാം. ഏറ്റവും മുകളിലായി താഴികക്കുടം. ഈ താഴികക്കുടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മുടെ പ്രകൃതി സംരക്ഷണവും അതുപോലെ തന്നെ ചൈതന്യവർദ്ധനവിനും ഒക്കെ പ്രാധാന്യമുള്ളതാണ് താഴികക്കുടം. ആ താഴികക്കുടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞു. ശ്രീലകം ചെമ്പടിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ചുമർ ഭാഗത്തൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുൻപോട്ട് പോവുകയാണ്. കാരണം ക്ഷേത്രത്തിന് ഇനിയിപ്പം പ്രധാനമായും വേണ്ടത് നവീകരണമാണ്. പ്രേക്ഷകർക്ക് കാണാം, മറ്റ് ശ്രീകോവിലിനിൽ നിന്നൊക്കെ വിഭിന്നമായി അതിൻ്റെ ഓരോ കല്ലുകളും വളരെ സശ്രദ്ധം പൂർവികർ കൊത്തി അതിൻ്റെ നിർമ്മാണം നടത്തിവെച്ചതാണ്. അത് വീണ്ടും ഒന്ന് നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമീപ കാലഘട്ടത്തിൽ. ഇത്രയേറെ പ്രവർത്തനങ്ങൾ, നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ഷേത്രം നവീകരിക്കുമ്പോൾ ആ ദേശവും ആ ദേശത്തിലെ ജനങ്ങളും അവിടുത്തെ പ്രകൃതിയിലും ഒക്കെ അതിൻ്റെ ഐശ്വര്യവും ഗുണവും വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് കീഴ്ത്തളി ശിവക്ഷേത്രത്തിലെ ഈ നവീകരണ ഭാഗത്തിന് നമുക്കെല്ലാവർക്കും ആകാവുന്ന രീതിയിലൊക്കെ ഭാഗവാക്കാവാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സന്ദർഭം. അപ്പോൾ കന്നിമൂലയിൽ ഗണപതിയെയും അതുപോലെ തന്നെ ശാസ്താവീശ്വരനെയും കിഴക്കോട്ടേക്ക് മുഖമായി, അഥവാ ദേവനെ, സാക്ഷാൽ മഹാദേവനെ നോക്കി കൊണ്ട് കന്നിരാശിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അയ്യപ്പനെയും അതുപോലെ തന്നെ ഗണപതിയെ നമുക്ക് കാണാം. അങ്ങനെ ഗണപതിയെയും തൊഴുതു കഴിഞ്ഞാണ് നമ്മുടെ പ്രദക്ഷിണ വഴി പൂർത്തീകരിക്കുന്നത്. നമുക്കറിയാം, ത്രീണി ശങ്കരേ എന്നാണ്. ശിവന് 3 പ്രദക്ഷിണമാണ്. കൂവളം കൊണ്ട് മാല ചാർത്ത, അഭിഷേകപ്രിയോ ശിവ. ശിവന് ഏറ്റവും പ്രധാനമാണ് അഭിഷേകം. അപ്പോൾ അഭിഷേകവും കൂവളമാലയും ഒക്കെ ചാർത്തി കാര്യസാധ്യം നേടുന്നവരും ഏറെയാണെന്ന് നമുക്ക് ഇവിടുത്തെ പഴമക്കാരിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടിയും സാധിച്ചു. കാലത്ത് ഒരു 5 മണിക്ക് നട തുറക്കും, 7 മണിക്ക് ഉഷപൂജ, 9 മണിക്ക് ഉച്ചപൂജ, അതിനുശേഷം 10 മണിക്ക് നട അടയ്ക്കും. വൈകുന്നേരം 5:30 മണിക്ക് നട തുറക്കും, 8 മണിക്ക് നട അടയ്ക്കും. അത്താഴപ്പൂജ മാത്രം, ദീപാരാധന. പിന്നെ ഇവിടുത്തെ പ്രത്യേക വഴിപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂവളമാല, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, ജലധാര, ഇങ്ങനെയുള്ളതാണ് കൂടുതൽ ഐശ്വര്യവും ഇതും കിട്ടുന്നത്. ഇവിടുത്തെ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നെയ്വിളക്ക് വെച്ച് തൊഴൽ അത് അതിപ്രധാനമായ ഒരു ഇതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഞാൻ 6 മാസമായി വന്നിട്ട് എനിക്ക് ഈ ശിവഭഗവാന്റെ അടുത്തു നിന്നും എനിക്കൊരു നല്ലൊരു പുരോഗതിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഇതേ അനുഭവം തന്നെ എല്ലാ ഭക്തർക്കും ഇവിടെ വന്ന് തൊഴുത് നെയ്വിളക്കും ഈ വക വഴിപാടുകൾ ചെയ്താൽ നല്ലൊരു കാര്യത്തിലേക്ക് എത്തുമെന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ. പിന്നെ ഇവിടെ ഉപദേവന്മാരായ ഗണപതി, അയ്യപ്പൻ, ഇവർക്ക് നീരാഞ്ജനമാണ് കൂടുതൽ പ്രാധാന്യം, കറുകമാല. പിന്നെ പുറത്ത് ഉപദേവന്മാരായി വിഷ്ണു, കൃഷ്ണൻ, ഇവരാണ്. ഇവിടെ നിത്യനിവേദ്യം മാത്രമേ ഉള്ളൂ. കീഴ്ത്തളി മഹാദേവ ക്ഷേത്രം ഒരു ശിവക്ഷേത്രത്തിൻ്റെ, ഏത് ക്ഷേത്രത്തിൻ്റെയും അഭിവൃദ്ധിക്ക് നിദാനം 5 കാര്യങ്ങളാണ്. അതിലൊന്ന് ആചാര്യതപ സാമ്നായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചദാന. ഈ ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് തരണനെല്ലൂർ സമ്പ്രദായമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ പരിപൂർണ അനുഗ്രഹത്തിന് ചൈതന്യം വർദ്ധിപ്പിക്കുന്നത് തന്ത്രിയിലൂടെയാണ്. തരണനെല്ലൂർ സമ്പ്രദായമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാരമ്പര്യം. അങ്ങനെ ക്ഷേത്രത്തിലൂടെ നമ്മൾ പ്രദക്ഷിണമായിട്ട് വരുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ മീനം രാശി പദത്തിൽ കിഴക്കോട്ടേക്ക് ദർശനമായി ഗോശാല കൃഷ്ണനെ കാണാം. ക്ഷേത്രത്തിലെ
നിത്യ നൈമിത്തികമായി ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ അഭിഷേകാദി കാര്യങ്ങളൊക്കെ ചെയ്ത് ചൈതന്യവർദ്ധനമുള്ള ഒരു ക്ഷേത്ര സങ്കേതം കൂടിയാണ് ഗോശാല കൃഷ്ണൻ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ ശരണം പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഗോവിന്ദായ നമോ നമ ഗോവിന്ദായ നമോ നമ. മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഈ സമീപ കാലഘട്ടത്തിൽ തന്നെ നവീകരണം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് കിഴക്കോട്ട് ദർശനമായുള്ള ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. സന്തത്യർത്ഥം ഭജേതി വിഷ്ണു ദാമ്പത്യർത്ഥം ഉമാം സതീം നാം. നല്ല ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി ഉമാമഹേശ്വരനെയും നല്ല സന്താനങ്ങൾക്ക് വേണ്ടി മഹാവിഷ്ണുവിനെയും ഭജിക്കണം നാം. കീഴ്ത്തളി ശിവക്ഷേത്രത്തിൽ വന്നാൽ മഹാദേവനെയും സ്മരിച്ച് അതുപോലെ തന്നെ സന്താനങ്ങളുടെ യശസ്സിന് വേണ്ടി വിഷ്ണുവിനെയും ഭജിച്ച് പ്രാർത്ഥിച്ചു പോകാവുന്ന ഒരു വിശിഷ്ടമായ ഒരു പുണ്യസങ്കേതം കൂടിയാണ് കീഴ്ത്തളിയിലെ ശിവക്ഷേത്രമെന്ന് നമുക്ക് ഇവിടുത്തെ പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ നാരായണ മന്ത്രം ചൊല്ലി നമുക്കും തൊഴുതു പ്രാർത്ഥിക്കാം. ഓം നമോ നാരായണ, ഓം നമോ നാരായണ, ഓം നമോ നാരായണ. കീഴ്ത്തളി ശിവക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ശരിയായ യൂണിവേഴ്സിറ്റി തന്നെയാണ്. കാരണം ഇവിടെ വന്നാൽ എല്ലാ ദേവന്മാരെയും തൊഴുത് പ്രാർത്ഥിച്ചു പോകാവുന്ന, മഹാദേവനെ തൊഴുത്, ശാസ്താവീശ്വരനെയും ഗണപതിയെയും തൊഴുത്, പാർവതീദേവിയെ തൊഴുത്, ഗോശാല കൃഷ്ണനെ തൊഴുതതിന് ശേഷം സാക്ഷാൽ ജീവോസ്തു നാരായണ മഹാവിഷ്ണു ഭഗവാനെയും തൊഴുത്, ഇങ്ങനെ എല്ലാവരെയും തൊഴുത് പ്രാർത്ഥിച്ചു പോകാൻ പറ്റുന്ന ഒരു വിശിഷ്ടമായ ഒരു സങ്കേതം കൂടിയാണ് കീഴ്ത്തളിയിലെ ശിവക്ഷേത്രം. കീഴ്ത്തളി മഹാദേവ ക്ഷേത്രത്തിലെ തളി എന്ന് പറയുന്നത് രാജഭരണവുമായി ബന്ധപ്പെട്ടതാണെന്നും പാലക്കാടുള്ള മഠത്തിൻ്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രമെന്നും
അവരായിരുന്നു ഇതിൻ്റെ ട്രസ്റ്റ് അഥവാ ഉരാളനെന്നും പിന്നീട് ദേവസ്വം ബോർഡും അതുപോലെ നാട്ടുകാരുടെയും കൂട്ടായ്മയോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിലെ പല ഭൗതികമായ പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നത്. സമീപ കാലഘട്ടത്തിൽ നടന്ന സപ്താഹം, അതുപോലെ ആധ്യാത്മികമായ യജ്ഞങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രം, മണ്ഡലമാസത്തിൻ്റെ പ്രാധാന്യം, അതുപോലെ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം, നിറ, പുത്തരി, ഇത്തരം എല്ലാ അനുഷ്ഠാനങ്ങളും വളരെ ഭംഗിയായി നടക്കുന്ന ഒരു ശിവക്ഷേത്രം കൂടിയാണ് കീഴ്ത്തളി ശിവക്ഷേത്രം. മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ചുമർ ചിത്രമാണ്. മറ്റേത് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചുമർ ചിത്രവും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇന്നും അതുപോലെ അത് സംരക്ഷിച്ചു പോകുന്നു. സമീപ കാലഘട്ടമായി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗം ചെമ്പടിച്ചതും പുതിയ താഴികക്കുടം വെച്ചതും ഒക്കെ ഈ ഒരു സമീപ കാലഘട്ടത്തിലെ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ നന്ദികേശ്വരനുമുണ്ട് പ്രത്യേകത. ഒരു നാളികേരം വെച്ച് തൊഴുതു പ്രാർത്ഥിച്ചാൽ 3 മാസത്തിനകം കാര്യം സാധിച്ചു പോകുന്ന ഒരു നന്ദികേശനാണ്. ശിവനേറെ പ്രാധാന്യമുള്ള ശിവക്ഷേത്രത്തിൽ പ്രദോഷ പൂജയും അതുപോലെ തന്നെ ശിവരാത്രിക്ക് ഏറെ പ്രാധാന്യത്തോടുകൂടി തൊഴുതു വന്ന് ഭക്തർ കാര്യം സാധിച്ചു പോകുന്നൊരു ക്ഷേത്രം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാകുന്നു. നമ്മുടെ പ്രദക്ഷിണ വഴിയുടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്തേ.